ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 8ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്, പ്രസിദ്ധമായ ശ്ലോകമാണ്. ഞാനതിനു മുമ്പ് പറഞ്ഞല്ലോ, ഭഗവത്ഗീതയെ പറ്റി അറിയാത്ത ആൾ പോലും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ശ്ലോകം. നമുക്കതൊന്ന് പരിചയപ്പെടാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കുന്നു. ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അർജുനനോട് പറയുന്നു ഭഗവാൻ. ഇതിനു മുമ്പത്തെ ശ്ലോകം ഈ ശ്ലോകം കൂടി ഒരുമിച്ചാണ് പറയാറുള്ളത്. നമ്മൾ പതിവായിട്ട് ഒരു ശ്ലോകമാണല്ലോ പരിചയപ്പെടാറുള്ളത്. അതിനനുസരിച്ച് ഇന്നലെ ഇതുകൂടി ചേർത്തില്ല. എന്താണ് സാധൂനാം പരിത്രാണായ? ഭഗവാൻ പറയാണ് സാധൂനാം, സാധുക്കളെ, സന്മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ എന്നർത്ഥം. സംരക്ഷിക്കുക. സാധൂനാം പരിത്രാണായ, ത്രാണനം ചെയ്യുക, സംരക്ഷിക്കുക. ദുഷ്കൃതാം വിനാശായ, ദുർജനങ്ങളെ നശിപ്പിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ നശിപ്പിക്കാനും. ധർമ്മ സംസ്ഥാപനാർത്ഥായ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ധർമ്മത്തെ നിലനിർത്തുക, അതാണ് ഭഗവാന്റെ ലക്ഷ്യം. ധർമ്മ സംസ്ഥാപനായ, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ നിലനിർത്താനുമായി യുഗേ യുഗേ സംഭവാമി, യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു. അപ്പം ഭഗവാന്റെ ജനനം ഒക്കെ എല്ലാ യുഗങ്ങളിലും ഉണ്ടാവും. ഞാൻ അതിനു മുമ്പേ ഇതൊന്ന് വ്യക്തമാക്കി. ഈ കലിയുഗത്തിൽ എവിടെ അവതാരം എന്ന് ചോദിച്ചു. അപ്പോ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ധർമ്മം, ചിലയിടത്തൊക്കെ ഉണ്ട്. ധർമ്മം പൂർണ്ണമായിട്ട് തളർന്നില്ലാതായിട്ടില്ല. ധർമ്മം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു നമ്മുടെ ക്ഷേത്രങ്ങൾ, പിന്നെ ഭാഗവത സത്രം മുതലായവ, പിന്നെ ശ്രീരാമകൃഷ്ണ ആശ്രമം, ഇങ്ങനെ പലതും പറഞ്ഞു. അതുപോലെ പുട്ടപ്പർത്തി സായിബാബയുടെ ആശ്രമം, മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം, ഇവരൊക്കെ ധർമ്മപ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ധർമ്മം പരിപൂർണമായി നശിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നില്ല എന്നേ അർത്ഥമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ശ്രോതാവ് തെറ്റിദ്ധരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, തിരുമേനി, ഈ ശ്രീരാമകൃഷ്ണദേവനൊന്നും ഭഗവാന്റെ അവതാരമല്ല, ശ്രീകൃഷ്ണന്റെ അവതാരമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ വേറെ രീതിയിൽ പറയാന്ന് വെച്ചാൽ ഭഗവത്ഗീതയെ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ ഈ വിശേഷപ്പെട്ടതായിട്ട് കാണുന്നത് വല്ലതും എന്തൊക്കെയാണോ അതെല്ലാം എൻ്റെ തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലായാലും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. അത് നിലനിർത്തുക തന്നെ ചെയ്യും എന്നർത്ഥം. അപ്പൊ നമുക്കൊക്കെ ആശ്വസിക്കാം. നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖിതർക്ക് ആശ്രയമാരാ? എനിക്ക് എൻ്റെ കൃഷ്ണനുണ്ട് എന്നങ്ങനെ ബോധ്യപ്പെടുത്തി തരും. നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, കൃഷ്ണ എനിക്ക് ആരുമില്ല കേട്ടോ, എന്നെ രക്ഷിക്കണേ എന്ന് നമുക്കൊക്കെ ആശ്രയിക്കാൻ പറ്റിയ ആ ബാലഗോപാലനുണ്ട്. പേടിക്കണ്ട, ആരും വിഷമിക്കണ്ട. ഈശ്വരൻ എവിടെ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എല്ലായിടത്തും ഉണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞ മാതിരി ഈ തൂണിലുണ്ടോ, എന്താ സംശയം? തൂണിലും തുരുമ്പിലും അങ്ങനെ വെക്കേണ്ട സർവ സ്ഥലത്തും ഭഗവാനുണ്ട്. നമുക്ക്
ആശ്രയിക്കാൻ ഭഗവാനുണ്ട്, നമ്മളെ കൈവിടിയില്ല, ഉറപ്പാണ്. നാരായണീയത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ ഒരു നോട്ടം മതി എന്നാണ്. ആ നോട്ടം നമ്മളെല്ലാ താപങ്ങളെയും ഇല്ലാതാക്കുന്ന വാളാണ്, ഒരു വള്ളി, ദുഃഖവള്ളി, ദുഃഖങ്ങളെ എല്ലാം ഒരു വള്ളിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ വള്ളികൾ അറക്കാനുള്ള വാളാണ് ഭഗവാന്റെ ഒരു നോട്ടം. ആ ഒരു നോട്ടം കൊണ്ട് നമ്മളുടെ എല്ലാ താപങ്ങളും ഇല്ലാതാവും. പിന്നെ ഭാസംഭരേ എന്ന് ഭാഗവത് പറയുന്നൊരു ഭഗവാന്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് ശോകാബ്ധി സാഗരം, നമ്മളുടെയൊക്കെ ദുഃഖക്കടലിനെ വറ്റിക്കാനുള്ള ശക്തി ഈ ഭഗവാന്റെ ഒരു പുഞ്ചിരി മതി. അപ്പൊ ഈ ഭഗവാൻ അവിടെ ഉണ്ട് എന്നിങ്ങോട്ട് ഉറപ്പിക്കുക. ആദ്യം നമ്മളെയൊക്കെ കാക്കുവാൻ, നമ്മളെ പാട്ടുപാടി ഉറക്കുന്ന സ്വരമേതോ, നമുക്ക് വയ്യാതെ കാൽ തളർന്ന് നടക്കാൻ വയ്യാതെ ആവുമ്പോൾ വഴികാട്ടിയായിട്ട് ഭഗവാൻ ഉണ്ടാവും. നല്ലൊരു ഗാനത്തിൻ്റെ ഒരു ശകലം ഇങ്ങനെ ഓർമ്മ വന്നു. എന്താ എല്ലായിടത്തും നമ്മളുടെ കാഴ്ച എല്ലാം, നമ്മളുടെ ചലനമെല്ലാം, നമ്മൾ ഉള്ളുന്ന ഓരോ അരിമണിയിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. എല്ലാം നമ്മളെ ഒപ്പം നടന്നുകൊണ്ട് ഒരു വീഴ്ചയും സംഭവിക്കാതെ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആ മഹാശക്തിയാണ്, ആ മഹാപ്രഭുവാണ്. നമുക്ക് ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ, നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. വളരെ ദുർലഭമാണെങ്കിലും സുലഭമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ വസ്തുവിനെ ഉപേക്ഷിച്ച് പോകരുതേ എന്ന് നാരായണീയത്തിൽ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം തീരുമാനിച്ചു ഭഗവാനെ. എന്താ തീരുമാനിച്ചത്? വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഭഗവാനെ, അവിടുത്തെ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്താ വേണ്ടത്? വിശ്വപീഡാപഹത്യേ, ലോകത്തിലുള്ള എല്ലാവരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാവണമേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇതിനൊക്കെ എനിക്ക് സാധിക്കുമോ എന്നാണെങ്കിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം അല്ലേ? അങ്ങനെയല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ കാക്കില്ലേ? സംശയമില്ല. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി. നമ്മൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയേ വേണ്ടൂ, ഒന്ന് സ്മരിക്കുകയേ വേണ്ടൂ, ഒന്ന് നമസ്കരിക്കുകയേ വേണ്ടൂ. അപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടതെല്ലാം തരുന്ന മഹാപ്രഭുവാണ്. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. നമ്മൾ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, എനിക്കിന്ന് തരണേ ഭഗവാനെ, എൻ്റെ വിഷമങ്ങൾ തീർത്തു തരണേ ഭഗവാനെ, ഞാൻ ദരിദ്രനായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, ഇങ്ങനെ ഓരോരോ കഷ്ടപ്പാടുകളുണ്ട്. അത് നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതൊന്നല്ല നിനക്ക്, വേറൊന്നുകൂടി ഞാൻ ബോണസായിട്ട് തരുന്നുണ്ട്. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. പരമാനന്ദത്തെ കൂടി തരുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിക്കുകയാണ് നമ്മളുടെ കടമ. മറക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീകൃഷ്ണായ നമഃ.